അയ്യോ ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം പോയി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് കിട്ടണം ഗൈസ്, പ്ലീസ്. അഭിനയിച്ചാന്ന് തോന്നുന്നില്ല, ഉള്ളിത്തട്ടി ചെയ്തൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ആ ഉള്ളി തട്ടിയ ഉള്ളിയാണോ എടുത്ത് കണ്ണി പരട്ടിയെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. പക്ഷേ വീണ്ടും ഞാൻ ഈ ഗെയിമിന്റെ സംഗതി ചെയ്തപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടാണ്. കുഴപ്പമൊന്നുമില്ല. നിങ്ങളത് കേട്ടോ, ഓൾറെഡി പുള്ളി കള്ളം പറയുന്നില്ല, പുള്ളി സത്യം പറയുന്നുണ്ട്. പക്ഷെ കുറച്ചൊരു മസാല തൂകുന്നുണ്ട് എന്നുള്ളത് മാത്രം. അല്ല, തെറ്റുകാട്ടി, നമ്മളൊരു തെറ്റുകാട്ടി മീൻസ് നമ്മളൊരു തെറ്റ് കാട്ടി. അപ്പം അത് തെറ്റാണെന്നുള്ള ബോധ്യം അണ്ണനുണ്ട്. അത് ചെയ്തു, അത്ര തന്നെ ഉള്ളൂ. അത് ഒരുപാട് ആൾക്കാർ ചെയ്ത് കണ്ടിട്ട് തന്നെയാണ് ഞാനും ചെയ്തത്. അല്ലാണ്ട് അത് കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സംഗതി പ്രൊമോട്ട് ചെയ്ത ആൾ ഞാനൊന്നല്ല. ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് മാതാപിതാക്കളുടെ തലയിൽ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അണ്ണൻ നാളെ പോയി നാട്ടുകാരുടെ തലയിൽ അടിച്ചു പൊട്ടിക്കുമോ? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ എട്ടും പോലെ നോക്കേണ്ട, ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലഗൻ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്കെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സഹായിക്കാൻ പറ്റിയൊരു അവസരമാണ്. അതും 5 പൈസയുടെ ചിലവില്ലാതെ. നല്ല മനസ്സുള്ളവരെല്ലാം കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടി ഇട്ടിട്ട് വീഡിയോ മുന്നോട്ട് കാണാം. അപ്പോൾ കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മല്ലു ഫാമിലി സുജിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു പോയ കേസ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സുജിൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേനും പുള്ളിയുടെ നല്ല മനസ്സിന്, പുള്ളിയുടെ ആ സഹായ മനോഭാവത്തിന് പുള്ളി നമ്മൾ എന്ത് വീഡിയോ ഇടണം, നമ്മൾ എന്ത് തംബ്നെയിൽ വെക്കണം, നിങ്ങൾക്ക് വേണ്ട ക്ലിക്ക് ബൈറ്റ് ഞാൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ആ നല്ല മനസ്സിന്, അതായത് എന്നെ നിങ്ങൾ ട്രോൾ ചെയ്യാനും കുഴപ്പമില്ല, നിങ്ങൾ വളർന്നാൽ മതി എന്നുള്ള പുള്ളിയുടെ ആ ഒരു വലിയ മനസ്സിനെ നമ്മൾ കണ്ടില്ലെന്ന് ഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞ ആ വലിയ കാര്യങ്ങളിലേക്ക് പോകാം. പുള്ളി പറഞ്ഞതാണ് നമ്മൾ തംബ്നെയിൽ കൊടുക്കുന്നത്. അത് വെച്ച് തന്നെ നമുക്ക് കേട്ട് നോക്കാം. പൈസ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കൊടുക്കണം. തംബ്നെയിന് എന്ത് കൊടുക്കണം, അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് ഒരു തംബ്നെയിനോടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ പറയാം. കണ്ടോ, സ്വന്തം ജീവിതം ത്യജിച്ച് മറ്റൊരുത്തൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ അണ്ണനെയാണോടാ നീയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്? അണ്ണൻ അപ്പോൾ 1500 രൂപ, ഇപ്പോൾ 15 രൂപയുടെ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് 1500 രൂപ കൊടുത്തത് അണ്ണൻ്റെ നല്ല മനസ്സാണ്. ഇപ്പോഴും കണ്ടോ, സ്വന്തം അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചാലും കുഴപ്പമില്ല, നീയൊക്കെ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കിക്കോ, നീയൊക്കെ രക്ഷപ്പെട്ടോ എന്നൊരു മൈൻഡ് സെറ്റിലാണ് അണ്ണൻ പറയുന്നത്. അണ്ണൻ്റെ നല്ല മനസ്സിനെ ഞാൻ ഒരിക്കലും കണ്ടില്ലെന്ന് അടിക്കില്ല. അണ്ണൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ കാണിക്കാം. അപ്പൊ അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്. അവസാനത്തേക്ക് എന്നാൽ നമുക്ക് നേരെ അവസാനത്തേക്ക് പോയി നോക്കാം. അവസാനം എന്താ സംഭവം എന്ന് അറിയണമല്ലോ. അവസാനത്തേക്ക് വരൂ. അവർക്ക് വേണ്ടിയിട്ട്, അതായത് ട്രോളാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് കമ്പനിന് തരാം. ട്രോളന്മാരല്ല, റിയാക്ഷൻ ചെയ്യുന്നവരെടുക്കുന്നുണ്ട് കുഴപ്പമില്ലായിരിക്കുമല്ലോ അല്ലേ? നമ്മളെ തന്നെ ആയിരിക്കും ട്രോളെന്ന് ഉദ്ദേശിച്ചത്. പുള്ളിയാണ് ബുദ്ധിമുട്ടണ്ട. അപ്പൊ ഞാൻ അങ്ങനത്തെ കരയണ സംഗതി ഞങ്ങൾക്കൊന്നും തരും കേട്ടോ. കാരണം അവരാഗ്രഹിക്കുന്നത് എന്റെ അക്കൗണ്ട് പോയതിന് ഞാൻ എന്റെ വീട്ടിൽ ഇരുന്നിട്ട് കരഞ്ഞു പൊളിക്കുകയാണ് എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ്. ഇതും ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പം അങ്ങനല്ലേ, അണ്ണൻ കരയുകയല്ല. അണ്ണൻ്റെ ലക്ഷങ്ങൾ വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ പോയതിന് സന്തോഷിക്കുകയാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഏതായാലും ആ അക്കൗണ്ട് പോയതിൽ എനിക്ക് വിഷമമുണ്ട്. നമ്മൾ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ല, എനിക്ക് വിഷമമുണ്ട്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എന്നെക്കൊണ്ട് മുക്കി മൂളി 1000 ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്, അല്ലാതെ അദ്ദേഹത്തിന് പലരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഒരു അക്കൗണ്ട് പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ആ അക്കൗണ്ടിൽ കാണിച്ച ചെറ്റത്തരം അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇത് മറ്റുള്ള ആളുകൾ തമ്പലൈൻ ഇട്ട സംഗതി ഞങ്ങൾക്ക് പറയണം. അപ്പോൾ അവർക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു തമ്പലൈനും അതുപോലെ തന്നെ ഞാൻ കരയുന്ന സീനൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇതുപോലെ റീൽസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ കണ്ടന്റിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കരയാണ്. ഓക്കെ, അപ്പോൾ കരഞ്ഞിട്ട് ഞാൻ അത് വീട്ടിൽ കൊടുക്കണം. അപ്പോൾ അവരെ തമ്പലൈനായിട്ട് ഉപയോഗിച്ചോട്ടെ. അല്ലടാ, അത് ഉപയോഗിച്ചോട്ടെ. കാരണം അവരുടെ സന്തോഷമാണ്. ഞമ്മൻ്റെ സന്തോഷമാണ് അണ്ണൻ്റെ ലക്ഷ്യം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒരു ഫാമിലി വ്ളോഗറും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാറില്ല. പുള്ളി ഇതുവരെ ആർക്കും കോപ്പിറൈറ്റ് കൊടുത്തായിട്ട് എൻ്റെ അറിവിലില്ല. പുള്ളിയെ പറയുന്നതിന് എനിക്ക് തോന്നുന്നു അതുൽ ബ്ലോഗ്സിനോട് മാത്രമേ പുള്ളി തിരിച്ച് പ്രതികരിച്ചതായിട്ട് എൻ്റെ അറിവിലുള്ളൂ. സോ പുള്ളി ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന മനുഷ്യനാണ്. ആ സ്പിരിറ്റിനെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. ആ സ്പിരിറ്റ് അല്ല, ഈ സ്പിരിറ്റ്. ഇത് പല വീഡിയോ ആണ്. ഞാൻ അവർക്ക് അത് വേണ്ടതാണ്. ഞാൻ കൈകൂപ്പി നിന്ന് ഞാൻ കരയണതാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അത് ആ ട്രോളം ആടുന്ന ഏട്ടന്മാർക്കും എന്റെ പെങ്ങന്മാർക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ തമ്പലിനെ. അനിയന്മാർക്കില്ല, ഏട്ടന്മാർക്കും പെങ്ങന്മാർക്കും ഉള്ളത്, നമുക്കില്ല. അതിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പൊ ഇത് നിങ്ങൾ എടുത്തിട്ട് കറക്റ്റ് മാക്സിമം യൂസ് ചെയ്തോളൂ. ഉണ്ടോ, കാരണം നിങ്ങൾക്കൊരു അവസരമാണ്. ഓക്കെ, അടുത്തേക്കിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ട്രോളുണ്ട് അവിടെ.
ഇങ്ങനെ ആർക്ക് തിരികെ അതെ നിങ്ങൾ ആലോചിക്കും നിങ്ങളും കൂടി നന്നാവട്ടെ എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിന് മുന്നേ അങ്ങനെ തന്നെ പറഞ്ഞു എന്റെ യൂട്യൂബ് വീഡിയോസ് എടുത്തിട്ട് ട്രോളുന്ന ആൾക്കാർക്ക് നമുക്കറിയാം അത് സ്ട്രൈക്ക് കൊടുക്കാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതുവരെ ഞാൻ ആരും ചെയ്തിട്ടില്ല. ഒരാളെ മാത്രമേ ഞാൻ ഇതിൽ വെല്ലു വിളിച്ചിട്ടുണ്ടെന്നുള്ളൂ, മറ്റേ ചെയ്യരുത് പറഞ്ഞിട്ട്. എന്തായാലും അവനും കൂടി ഇപ്പൊ ഈ വീഡിയോ ചെയ്യുള്ളൂ. എടാ ബ്രോ ഈ ഒരു വീഡിയോ നീ കൂടി ചെയ്തോ. അതുൽ ബ്ലോഗ്സിനെയാണ് പറയുന്നത്. ഇവർ തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്ന് ബ്രോ, അതുൽ ഈ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. എന്നിരുന്നാലും മീൻസ് ഈ പുള്ളി ഇത് മൈൻഡ് സെറ്റ് എന്തായിരിക്കും, ഇത് നമ്മൾ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മളൊന്ന് ട്രോളണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്തതാണ്. എനിവേ ആ ഒരു വെറൈറ്റി ചിന്താഗതിയെ ഞാൻ തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പക്ഷേ ബാക്കി പറ. അത് ഇവിടെ കണ്ടിട്ട് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നത്. സുജി പൊട്ടിക്കറിയുന്നു ഗൈസ്. അതെ നിങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കണ്ടോ? എന്തൊക്കെ കഷ്ടപ്പാടാന്ന് കണ്ടോണേ. ഉള്ളി കടിച്ച് പൊട്ടിച്ച് കണ്ണി തേച്ച് ആ നീറ്റലുകൾ സഹിച്ച് ഉള്ളിലെ വേദനകൾ കടിച്ചമർത്തി. എൻ്റെ പൊന്ന് ബ്രോ കൊള്ളാം. എന്റെ പൊന്നു മക്കളെ ഞാൻ അതിനെ തൊഴിൽ നിൽക്കട്ടെ. കാരണം അക്കൗണ്ട് അടിച്ചു പോയാൽ വിഷമം ഉണ്ടാകുന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അക്കൗണ്ട് അടിച്ചു പോയാൽ ഇമാതിരി കിളി പോകുന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അക്കൗണ്ട് അടിച്ച് പോയപ്പോഴത്തേനും അണ്ണൻ്റെ തലക്കകത്തുണ്ടായിരുന്ന സാധനം അണ്ണ ഊരിയെടുത്ത് ഫ്രീസറിൽ വെച്ചെന്ന് തോന്നുന്നു. എന്താ എൻ്റെ പൊന്നണ്ണ, നിങ്ങൾ ഈ ഉള്ളിയൊന്നും വാരി പരട്ടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഉള്ളിലുള്ള വിഷമം ഒന്ന് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഉള്ളി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് കരയാൻ പറ്റും. അതോ ഇനി ആ ഉള്ളിലെ വിഷമം ഉള്ളി കൊണ്ട് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ, വിഷമം മറയ്ക്കാനാണെങ്കിൽ ഓക്കെ. ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനൽ പോകുമ്പോഴത്തേനും സങ്കടം ഉണ്ടാവും എന്നുള്ളത് മനുഷ്യ സഹജമായ കാര്യമാണ്. ആ മനുഷ്യ സഹജമായ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നു. അത് നല്ല ആ അക്കൗണ്ട് പോയതിൽ അല്ലെങ്കിൽ അത്രയും ഫോളോവേഴ്സ് പോയതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത് എന്നോർക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. എന്തായാലും ഒരു അക്കൗണ്ട് പോയപ്പോഴത്തേനും അണ്ണൻ്റെ സ്ഥിരകാല ബോധം നഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി പറ, അണ്ണൻ കാണിക്കാം, അണ്ണൻ്റെ പ്രഹസനം ഞാൻ കാണട്ടെ. സ്ക്രീൻഷോട്ട് അടിച്ചെന്നെ അടിച്ചോ. അവിടെ നിങ്ങൾക്ക് എഴുതും ചെയ്യാം. സുജിൻ പോകണില്ല, ഇപ്പൊ സുജിൻ പൊട്ടിക്കറിഞ്ഞ് ഇൻസ്റ്റാഗ്രാം പോയി എന്ന് പറഞ്ഞപ്പോൾ എഴുതിക്കോളൂ. സുജിൻ ഇൻസ്റ്റാഗ്രാം പോയിന്റ് പൊട്ടിക്കരഞ്ഞു അവിടെ എഴുതണം. അണ്ണൻ തമ്മിൽ എന്താ കൊടുക്കണ്ടെന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്, പോസ് തരുന്നുണ്ട്, അവിടെ എഴുതാനുള്ള സാധനം തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. കൊള്ളാം, നല്ല മനസ്സിനുടമയാണ് ഈ ഇദ്ദേഹം. താങ്കളൊരു സൂപ്പറാണ് ബിഗ് ബോസ്. അല്ല ബിഗ് ബോസ് അല്ലല്ലോ സുജിൻ അണ്ണ. ആ കുട്ടി ഞാൻ കണ്ണിന് പോയോ? ഓക്കെ അയ്യോ ഗൈസ്, എന്റെ ഇൻസ്റ്റാഗ്രാം പോയി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് കിട്ടണം ഗൈസ് പ്ലീസ്. ഇതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയില്ലേ? എൻ്റെ മുന്നേ കിട്ടി, നമുക്ക് വേണ്ടത് കിട്ടി. പക്ഷേ ഇതെനിക്ക് ശരിക്കും അണ്ണൻ അഭിനയിച്ചാന്ന് തോന്നുന്നില്ല, ഉള്ളിത്തട്ടി ചെയ്തൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ആ ഉള്ളിത്തട്ടിയ ഉള്ളിയാണോ എടുത്ത് കണ്ണി പരട്ടിയെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് നേരെ അണ്ണൻ്റെ വീഡിയോസ് റിയാക്ഷനിലേക്ക് തുടങ്ങാം. ഇതിന് ശേഷം അണ്ണൻ പറഞ്ഞ കാര്യങ്ങളാണ് മെയിൻ കാര്യങ്ങളിലേക്ക് കിടക്കാം. തുടക്കത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ത്യൻ ആവുമ്പോൾ തന്നെ കേൾക്കണം, അല്ലെങ്കിൽ അതെന്തായി എന്നൊക്കെ കുറെ പേര് സത്യമാണോ അതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇൻസ്റ്റ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസുകളും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ മീൻസ് യൂട്യൂബിൽ കണ്ടമാനം ട്രോളും കാര്യങ്ങളും കുറെ ഉണ്ട്. കുറെ വീഡിയോസുകൾ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് നോക്കിയപ്പോൾ ഇന്ന് രാവിലെ കഴിഞ്ഞപ്പോൾ തന്നെ കുറെ പേര് എനിക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. സുജന ഇതൊക്കെ എന്താണ് അതുപോലെ തന്നെ ഇന്ന് അറിയുന്ന ആൾക്കാർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടും മീൻസ് അന്വേഷിക്കുന്ന ആളുകൾ എന്താണ് സുജന എന്തായി ഇത്രയും 5 ലക്ഷം ഫോളോവേഴ്സുള്ള അക്കൗണ്ട് ആയിരുന്നില്ലേ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് അന്വേഷിച്ചു. അവരുടെ എല്ലാവർക്കും വലിയൊരു താങ്ക്സ്, നന്ദി പറയാണ്. കാരണം എന്തൊക്കെ പറയാം, അവർ മാത്രമല്ല എല്ലാവരും തിരക്കി, നമ്മളും തിരക്കി. അണ്ണൻ്റെ അക്കൗണ്ട് എന്ത് പറ്റി, എങ്ങനെ പോയി, ഇങ്ങനൊരു ഫ്രോഡ് ആപ്പ് പ്രൊമോഷൻ ചെയ്തതുകൊണ്ട് അണ്ണൻ്റെ അക്കൗണ്ട് പോയി എന്നൊക്കെയുള്ള വാർത്ത വലിയ രീതിയിൽ വ്യാപകമായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളും തിരക്കി, നമുക്കും സ്നേഹം മാത്രം. ഇന്ന് രാവിലെയും കൂടി ഓരോരുത്തർ മെസ്സേജ് അയച്ചിട്ട് സംസാരിക്കായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എന്തായാലും ആ സപ്പോർട്ടിന് ഭയങ്കര നന്ദി, സന്തോഷം. എങ്ങനെ പറഞ്ഞാലും മതിയാവില്ല.
പിന്നെ ഞാൻ പറഞ്ഞില്ല, എന്നോട് പിന്നെ ചോദിച്ചു ആ അക്കൗണ്ട് എന്താണ് ആ തുടക്കത്തിൽ ഞാൻ അതെന്താന്ന് കാര്യം പറയാം. ഞാൻ വേറെ ഒന്നുമല്ല, ഇത് സംഭവം ഇത് വേറെ ഒന്നും അല്ലണ്ണ. നിങ്ങളുടെ വായിന്ന് തന്നെ കേൾക്കുമ്പോൾ ഈ ചോദിക്കുന്ന ആൾക്ക് കിട്ടുന്നൊരു മനസ്സുഖമുണ്ടല്ലോ, അത് കുറച്ചും കൂടെ നമ്മൾ ലളിതമാക്കി പറഞ്ഞാൽ ശവത്തി കുത്തുക എന്ന് പറയും. ആ സാധനമാണ് ആൾക്കാർ ചെയ്തത്. അത് തെറ്റായ പ്രവണതയാണ്, എന്നാലും ഒരു സുഖമല്ലേ, അതുകൊണ്ട് ചെയ്തതായിരിക്കും. ഞാൻ ഗെയിമിംഗ് പ്രൊമോഷൻ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് എനിക്ക് മാത്രം ഒരു പ്രത്യേകത കാര്യങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ചെയ്യണത് പോലെ ഞാനും ചെയ്തിട്ടുള്ളൂ. ഈ സാധനമാണ് ഇവരെല്ലാവരും പറയുന്ന സാധനം. അപ്പൂസിനോട് ചോദിച്ചപ്പോഴും അപർണ ഷാജിയോട് ചോദിച്ചപ്പോഴും പുള്ളിക്കാരും പറഞ്ഞ് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ കുറച്ചല്ലേ ചെയ്തുള്ളൂ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ കുറച്ചല്ലേ ചെയ്തുള്ളൂ. ഇതാണ് ഇവരെല്ലാവരും പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ചെയ്യുന്നില്ല, ചിലർ ചെയ്യുന്നുണ്ട്. അതാണ് അതിനകത്ത് ഒരു തിരുത്ത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ചിലർ മോഷണം നടത്തുന്നുണ്ട് എന്ന് വെക്കുക, ജസ്റ്റ് എൻ എക്സാമ്പിളായിട്ട് വെക്കുക. മോഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ചിലർ മോഷണം നടത്തുന്നത് കണ്ടിട്ട് നമ്മൾ മോഷണം നടത്തുമ്പോഴത്തേനും ഈ മോഷണം ശരി എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുമോ? മോഷണം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ മോഷണത്തിൻ്റെ ഒരു ഡിജിറ്റൽ വെർഷനാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മോഷണം നമ്മളറിയാതെ അവൻ്റെ പൈസ അടിച്ചുകൊണ്ട് വരുന്നു. ഇതിനകത്ത് നമ്മൾ മിസ്ലീഡ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നുള്ള പൈസ അടിച്ചു മാറ്റുന്നു. രണ്ടും ഒരു തരത്തിലുള്ള തട്ടിപ്പതമോ അഥവാ മോഷണം തന്നെയാണ്. എല്ലാവരും ചെയ്യുന്നില്ല, ചിലർ ചെയ്യുന്നുണ്ട്. ചിലർ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഈ കാണിക്കുന്ന ഇല്ലായ്മ ശരിയാകത്തില്ല, അത് തെറ്റാണ്. ആ യാഥാർത്ഥ്യം ഇനിയെങ്കിലും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കുക. പക്ഷെ ഇന്നെയാണ് തോന്നുന്നു കൂടുതൽ ഇതിട്ടിട്ട് സംസാരിക്കുന്നത്, ഇന്നെയാണ് തോന്നുന്ന പോലെ തന്നെയാണ് ഇത് ഞാനും ചെയ്തിട്ടുള്ളത്. എനിക്കൊരു പ്രത്യേകത അവിടെ ഉണ്ട്, ഞാൻ ഇതാവണില്ല. എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്തു. പിന്നെ ഓൾറെഡി എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് 3 സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഗിവ് അവേ ചെയ്ത സമയത്ത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്റെ ബ്രോക്കർ ചാനലിലും ഞാൻ അന്ന് എന്റെ വീഡിയോ റിമൂവ് അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ അതുപോലെ അന്ന് സ്റ്റോറിയും അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാര്യം ഓൾറെഡി 3, അതായത് എന്റെ റെക്കമെൻഡ് ലൈവ് കാര്യങ്ങളൊക്കെ കൊളാബൊക്കെ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അന്ന് ഗിവ് അവേ ചെയ്ത സമയത്ത്. പക്ഷെ വീണ്ടും ഞാൻ ഈ ഗെയിമിന്റെ സംഗതി ചെയ്തപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടാണ്. കുഴപ്പമൊന്നുമില്ല. നിങ്ങളത് കേട്ടോ, ഓൾറെഡി പുള്ളി കള്ളം പറയുന്നില്ല, പുള്ളി സത്യം പറയുന്നുണ്ട്. പക്ഷെ കുറച്ചൊരു മസാല തൂകുന്നുണ്ട് എന്നുള്ളത് മാത്രം. അതായത് പുള്ളിക്ക് ഓൾറെഡി 3 സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ഗിവ് അവേ ചെയ്ത സമയത്ത്. അത് ഈ പുള്ളി ഗിവ് അവേ ചെയ്ത സമയത്ത് സ്ട്രൈക്ക് കിട്ടി വീഡിയോ ഡിലീറ്റ് ആയി പോയെന്നൊക്കെ പുള്ളി പറഞ്ഞത് ഞാനും കണ്ടതാണ്. അത് യാഥാർത്ഥ്യം മാത്രമാണ്. അതിനുശേഷം ഞാൻ ഗെയിം പ്രൊമോഷൻ ചെയ്തപ്പോൾ അത് ഡിസേബിൾ ആയിപ്പോയി. അതായത് ഗെയിം പ്രൊമോഷൻ ചെയ്തപ്പോൾ ഡിസേബിൾ ആയി പോയി എന്ന് തുറന്ന് സമ്മതിക്കാതെ മറ്റ് കാര്യങ്ങളുണ്ട്. ഏതാ, നമ്മൾ പരീക്ഷയിൽ എനിക്ക് 1 മാർക്ക്, അവന് 1/2 മാർക്ക്. അപ്പോൾ ഞാൻ പറയത്തില്ലേ, അവൻ 1/2 മാർക്കേ ഉള്ളൂ, എനിക്ക് 1 മാർക്കുണ്ട്. ആ ഒരു സെറ്റപ്പ് തന്നെയാണ് അണ്ണൻ പറയുന്നത്. മറ്റേ സാധനം കിടപ്പുണ്ടായിരുന്നു, പിന്നെ ഇതും കൂടെ വന്നപ്പോൾ കിട്ടുന്നുള്ളത് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കിട്ടും നോക്കിയിരുന്നു, ഇപ്പം കിട്ടും. ഈ പോക്കാണെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രൈക്ക് വന്ന് പോയി എന്ന് പറയുന്ന ശാസ്ത്രത്തോട് ഞാൻ വിയോജിക്കുന്നു. അതിനുള്ള കാരണം, അണ്ണൻ്റെ ചാനൽ പോയി, വയനാടൻ അണ്ണൻ്റെ ചാനൽ പോയി, ഫസ്മിന ചേച്ചിയുടെ ചാനൽ പോയി, ബാക്കിയുള്ളവരെല്ലാം ഈ മാതിരി സാധനങ്ങൾ റിമൂവ് ചെയ്തു. മറ്റാരുടെയൊക്കെ പോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തവരുടെ മാത്രം 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി. നിങ്ങളുടെ 3 പേരുടെ മാത്രം, അതായത് ബെറ്റിംഗ് പ്രൊമോട്ട് ചെയ്തവരുടെ മാത്രം പോയോ? ഒരു ലോജിക്ക് പ്രശ്നം വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ സ്വാഭാവികമായിട്ട് ഈ ഗെയിം പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ തലച്ചോറ് നമ്മൾ ആദ്യം പറഞ്ഞാൽ തന്നെ ഫ്രീസർ വെച്ചിട്ടേ ചെയ്യാവൂ. പക്ഷേ ആ ഒരു ടെക്നിക്ക് ഇവിടെ ഇതാ ഞാൻ പറഞ്ഞുതരാം. ഇന്നെ വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് ഞാനല്ലാതെ പറഞ്ഞാൽ അതേ ചെയ്യുന്ന ആൾക്കാർ വേറെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും കൂടി ഇന്റെ തമ്പലൈനും ഇന്റേതും വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അണ്ണനെ വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ണനെയാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം തലതൊട്ടപ്പൻ എന്നുള്ള സ്ഥാനം തന്ന് പരിഗണിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണം, അണ്ണൻ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കൊന്തളിച്ചത് ചില്ലറ കൊന്തളിപ്പൊന്നുമല്ല. പൈസ എടുക്കുന്നു, പൈസ ഇങ്ങനെ കാറിലടുക്കി വെക്കുന്നു, പൈസ തലയും കുത്തി എറിയുന്നു, പൈസ 15 രൂപയ്ക്ക് സർബത്ത് കുടിച്ചിട്ട് 1500 രൂപ കൊടുക്കുന്നു, അണ്ണൻ മെത്തയ്ക്ക് പകരം പൈസ കിടക്കുന്നു. അതായത് അണ്ണൻ ചെയ്തത് പക്ക. അതായത് മറ്റുള്ളവരെല്ലാം ഒരു പെൻസിലിൻ്റെ ഇത്രയും ഭാഗം ഉപയോഗിക്കുമ്പോഴത്തേനും അണ്ണൻ ആ പെൻസിൽ മൊത്തത്തിൽ എടുത്തങ്ങ് വിഴുങ്ങി. ആ ഒരു സാധനം കൊണ്ടാണ് അണ്ണനാണിത് 3 മാസമാണ് അണ്ണൻ ഈ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തത്. ഈ 3 മാസം കൊണ്ട് കൂടുതൽ ആളുകളുടെ ഫോക്കസ് അണ്ണനിലേക്ക് വരികയും അണ്ണൻ്റെ ചാനൽ അടിച്ചു പോകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു മേഖലയിൽ താങ്കളുടെ കഴിവ് പരമാവധി ഉപയോഗിച്ച് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന പ്രാവീണ്യത്തിൽ എത്തിയിരിക്കും. പ്രാവീണ്യം തന്നെയാണോ പറയുന്നത്? അതായത് ഏറ്റവും മുന്തിയ ആളായിട്ട് അണ്ണൻ മാറി. അത് അണ്ണൻ്റെ കഴിവ് തന്നെയാണ്. അണ്ണൻ്റെ കഴിവിനെ നമ്മൾ അംഗീകരിച്ചു തരുന്നു, പൂർണ്ണമായിട്ടും അംഗീകരിച്ചു തരുന്നു. പക്ഷേ അത് നേരായ വഴിക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം
കാരണം നിങ്ങളുടെ മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് പേജ് കിഡിലുമാണ്, കിഡോസ്കിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു കഴിവുണ്ട്. ആ കഴിവിനെ നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, നന്മയുടെ പാതയിൽ ഉപയോഗിക്കാം. 2, തിന്മയുടെ പാതയിൽ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ യുദ്ധം തിന്മയും തമ്മിലാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ബാക്കി പറ. അത് ഞാൻ എന്താ കാട്ടിയാണ്, എല്ലാവരും ഇത് ഞാനിപ്പോ ഒരു 3 മാസമായിട്ടാണ് ഈ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇന്നേക്കായി മുന്നേ വർഷങ്ങളായിട്ട് ഈ ഒരു സംഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതെന്താ എനിക്കെന്താ അറിയാലോ, മല്ലു ഫാമിലിക്കാർ എന്ത് ചെയ്താലും അതൊരു വിവാദമാണ്. മല്ലു ഫാമിലിക്കാർ എന്ത് ചെയ്താലും അത് വിവാദമല്ല, മല്ലു ഫാമിലിക്കാർ ചെയ്യുന്നതെല്ലാം വിവാദമാണ്. പിന്നെ അണ്ണൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് മുമ്പേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഞാൻ 3 മാസം കൊണ്ടേ ചെയ്യുന്നുള്ളൂ. ഇത് ഇതുപോലെ തന്നെ അണ്ണാ, നമ്മൾ അന്നിൻ്റെ അകത്ത് പറയുന്ന പോലെ തെറ്റുകൾക്ക് ബനിയൻ സൈസ് പോലെ വലിയ ബനിയൻ ചെറിയ ബനിയനൊന്നുമില്ല. നിങ്ങളെല്ലാം ചെയ്യുന്ന ഒരേ തെറ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരേ സാധനം തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ എല്ലാവരും ചെയ്തതുകൊണ്ട് ആ പ്രവൃത്തി ശരിയാകണമെന്നില്ലല്ലോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോഴത്തേനും ആ രാജ്യത്തിന് കുറേ നിയമസംഹിതകളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് വേണ്ടേ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടേ? ആ നിയമത്തെ വെല്ലുവിളിക്കുന്നൊരു സാധനമാണ് നിങ്ങൾ ഈ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് തെറ്റാണെന്നറിഞ്ഞിട്ടും ഈ തെറ്റിനെ അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. അംഗീകരിച്ചു, പക്ഷെ അത് തുറന്ന് പറയാൻ പറ്റാത്തതാണ്. അതെന്തെങ്കിലും ബാക്കി പറ. അങ്ങനെ കാട്ടിയുമ്പോൾ നമ്മളൊന്നും ഒരു തെറ്റും, നമ്മൾ കേരള പോലീസ് നമുക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. നമ്മളൊരിക്കലും അവരെ ഒരിക്കലും കുറ്റം പറയാനോ അല്ല, തെറ്റ് കാട്ടി നമ്മളൊരു തെറ്റ് കാട്ടി മീൻസ് നമ്മളൊരു തെറ്റ് കാട്ടി. അപ്പോൾ അത് തെറ്റാണെന്നുള്ള ബോധ്യം അണ്ണനുണ്ട്. എന്നിട്ടാണ് വീണ്ടും വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ആളെ വിളിച്ച് കയറ്റുകയും ഇട്ടിട്ട് ബിഗ് ഇട്ട് സ്മോൾ ഇട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന പറയുന്നത്. അതിനകത്ത് കുറേ ഇത് കൊടുത്തിട്ടുണ്ട്, പോൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ആളുകൾക്കും പണം പോയിട്ടുള്ളൂ. സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്ക് സത്യമായിട്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത്രയും വിഷയങ്ങൾ അറിഞ്ഞിട്ടും ഇത് പൈസ പോകുമെന്ന് അറിഞ്ഞിട്ടും അതിനകത്ത് കൊണ്ട് പൈസ ഇടുന്നവൻ്റെ പൈസ പോകണം. അല്ലാതെ ഇപ്പോൾ അറിയാതൊരുത്തൻ അതിലേക്ക് പോയി പെടുന്നതും അതിനാണ് നമ്മൾ എതിർക്കുന്നത്. അല്ല, എൻ്റെ പൈസ പോകും, എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, അതങ്ങ് പോട്ട് പുല്ലി, ഞാൻ പൈസ അവർ എടുത്തോട്ട്, അവർ കമ്പനി അങ്ങ് രക്ഷപ്പെട്ടോട്ട് എന്ന് പറഞ്ഞിടുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരുടെ പൈസ പൊക്കോട്ടെ. അണ്ണനെ ഇപ്പോഴും സപ്പോർട്ട് ഈ വിഷയത്തിൽ, ഗെയിമിൻ്റെ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവരുടെ പണം നഷ്ടപ്പെടണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. വളരെ നല്ല കാര്യമാണ്. ബാക്കി പറ. പക്ഷേ അണ്ണൻ തെറ്റാണെന്ന് അംഗീകരിച്ചു കേട്ടോ. ഏതാ ഗെയിമിംഗ് തെറ്റാണെന്ന് ഇവിടെ അംഗീകരിച്ചു, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ അംഗീകരിക്കത്തില്ല. ഇത് മറ്റേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലത്തെ ഒരു സാധനമാണ്. മറ്റേ അത് ഏത് പടമായിരുന്നു, അന്യനാന്ന് തോന്നുന്നു. ഇവിടെ വരുമ്പോഴത്തേനും അണ്ണൻ അമ്പിയാവും, അവിടെ ചെല്ലുമ്പോഴത്തേനും അണ്ണൻ റമോ ആവും. ഇനി എവിടെയാണ് അന്യനാണെന്ന് എനിക്കറിയത്തില്ല. അന്യനായാലും അന്യനെങ്കിലും ആവുമായിരിക്കും. അത് ചെയ്തു, അത്ര തന്നെ ഉള്ളൂ. അത് ഒരുപാട് ആൾക്കാർ ചെയ്ത് കണ്ടിട്ട് തന്നെയാണ് ഞാനും ചെയ്തത്. അല്ലാണ്ട് അത് കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സംഗതി പ്രൊമോട്ട് ചെയ്ത ആൾ ഞാനൊന്നല്ല. ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് മാതാപിതാക്കളുടെ തലയിൽ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അണ്ണൻ നാളെ പോയി നാട്ടുകാരുടെ തലയിൽ അടിച്ചു പൊട്ടിക്കുമോ? ഒരുപാട് ആളുകൾ ചെയ്യുന്നതല്ല. നമ്മളുടെ എത്തിക്സ് പ്രകാരം നമുക്ക് ഏതാണ് ശരി തെറ്റെന്നുള്ളത് നമ്മൾ അറിഞ്ഞു വേണം പ്രവർത്തിക്കാനായിട്ട്. ഒരുപാട് ആളുകൾ ചെയ്യുന്നത് കൊണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശരിയാണ് എന്ന് പറയുന്നത് ശരിയാണോ? അതൊരു ശരിയാണോ? അത് ശരിയല്ല. അത് ശരിയാണെന്ന് ചിന്തിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ ശരിയാണെന്നിട്, അത് തെറ്റാണെന്ന് ചിന്തിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ തെറ്റാണെന്നിട്, ശരിയാണെന്ന് ചിന്തിച്ച് കമൻറ്റ് ബോക്സിൽ ശരിയാണെന്നിടുന്നവർ അണ്ണൻ്റെ വാട്സപ്പ് ചാനലിൽ പോയി ഗെയിം കളിച്ച് പൈസ. അപ്പോൾ അതൊന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഞാനായിട്ടൊന്ന് എത്തിച്ചു എന്ന് മാത്രം. ബ്രോ, നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളെ ഇഷ്ടമില്ലാത്തവരായി ചുരുക്കം ചില ആൾക്കാരെ കാണത്തുള്ളൂ. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ചാനലൊക്കെ അടിപൊളിയാണ്, നിങ്ങളുടെ കണ്ടൻറ്റുകളൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളോടാണ് നമ്മൾ എതിർപ്പ് കാണിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങളോട് വ്യക്തിപരമായി നമുക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല. ഇനി ഇവർ പറയുന്നുണ്ടല്ലോ, മറ്റ് ചിലർ പ്രൊമോട്ട് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അവർ കണ്ടിട്ടാണ് ഞാൻ ചെയ്തതെന്ന്. ഇത് ഞാൻ ഇവിടെ ഒരു സാധനം കൊടുത്തേക്കാം. നമ്മളൊരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യുമ്പോഴത്തേനും ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയാലും അതിൽ അഭിനയിക്കുന്നവരായാലും അവരെല്ലാം ഈ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് മിസ്ലീഡ് ചെയ്തെങ്കിൽ അതിന് ഇവരും ലയബിളാണ് ആ സാധനം. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡോഗ് ടെയിൽ വി പുട്ടിട്ടിനെ പൈപ്പ് വിൽ വളയൽ ആൻഡ് ദി ടെയിൽ വിൽ നോട്ട് നിവരൽ, അങ്ങനെ ഒരു സാധനം തന്നെയാണ്. നമ്മൾ ഈ സുജിനണ്ണൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറി നോക്കുമ്പോഴത്തേനും സുജിനണ്ണൻ പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ടുള്ളതായിട്ട് കാണാം. സുജിനണ്ണൻ്റെ ഭാര്യ ഈ അക്കൗണ്ടിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സുജിനണ്ണൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ആണെന്ന് നമുക്ക് അനുമാനിക്കാം. ആ അക്കൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേനും വീണ്ടും കാറ്, കുറേ പണം, ലിങ്ക് ഇൻ ബയോ എന്ന് പറഞ്ഞൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബയോയിൽ ലിങ്കൊന്നും ഇല്ല, അത് വേറെ. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നന്നാവത്തില്ല എന്ന് തീരുമാനിച്ച ഒരാളെ നമുക്ക് നന്നാക്കാൻ പറ്റത്തൊന്നുമില്ല. മടൽ വെട്ടി അടിച്ചാലും നന്നാവത്തില്ല, എൻ്റെ പൊന്നളിയ എന്നെ ഉപദേശിക്കേണ്ട, ഞാൻ നന്നാവില്ല എന്ന് ചിന്തിക്കുന്നവരോട് നമ്മളിപ്പോൾ എന്ത് പറയാനാണ്? ഏതായാലും അണ്ണൻ്റെ കരച്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ വീണ്ടും പറയുന്നു, അണ്ണൻ ഈ ഉള്ളിപ്രയോഗമൊന്നും വേണ്ട. അണ്ണൻ ശരിക്കും അണ്ണൻ്റെ ഉള്ളിലുള്ള ദുഃഖം കാണിച്ചു കഴിഞ്ഞാൽ കണ്ണീരൊക്കെ താനേ വന്നോളും. ദുഃഖമില്ലെന്നൊന്നും പറയണ്ട. എന്തായാലും
കൊള്ളാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ 10K സബ്സ്ക്രൈബേഴ്സ് ആയതുമായിട്ട് ബന്ധപ്പെട്ട്. ആ വീഡിയോയ്ക്കകത്ത് ഞാനൊരു ഗിഫ്റ്റ് തരുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ ഒരു റീച്ച് ഒട്ടും പോയില്ല, വളരെ കുറച്ച് മിതമായ ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് എന്നെ പരിഹാസവുമായി വന്നു, നീ പിന്നെ അവൻ ഗിഫ്റ്റ് കൊടുത്തങ്ങ് മറിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് കയറിയില്ലല്ലോ എന്ന്. ബ്രോ, ആ വിമർശിച്ചവരോടാണ് പറയുന്നത്, എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല അതിനകത്ത്. ആ വീഡിയോ ഞാൻ പടച്ചു വിട്ടത് വ്യൂ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമല്ല, നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കാണ് ഗിഫ്റ്റ് കിട്ടുന്നത്. അല്ലാതെ എല്ലാവർക്കും ആ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രാവർത്തികമല്ല, അതല്ല എൻ്റെ ശരി. നമ്മൾ ഇപ്പം എന്നെ കണ്ടിഷ്ടപ്പെട്ട, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, അല്ലാതെ ഞാൻ ചെയ്യുന്ന വിഷയങ്ങൾ എന്താണെന്ന് അറിയാൻ വരുന്നവരെക്കാൾ ഉപരി എന്നോടൊരു ഇഷ്ടം തോന്നി, എന്നെ അവരുടെ കുടുംബത്തിൽ ഒരാളായിട്ട് അംഗീകരിച്ച് എന്നെ സ്ഥിരമായിട്ട് കാണുന്നു, അങ്ങനെയുള്ളവരെ ആ തമ്മിൽ കാണത്തുള്ളൂ. കാരണം അത് കണ്ടറിയാൻ അതിനകത്ത് കോൺട്രവേഴ്സി ഒന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ വന്നവർക്ക് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗിഫ്റ്റ്. അതിനകത്ത് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ആ വീഡിയോ റീച്ച് ആയതിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ വീഡിയോ കണ്ട 400 പേരാണ് എന്നെ സ്ഥിരമായിട്ട് കാണുന്നതെന്നുള്ളത് മനസ്സിലായി. അവർക്ക് പ്രത്യേകമായി നന്ദി. അതിനകത്ത് കമൻറ്റ് ചെയ്തവർക്കും പ്രത്യേകമായി നന്ദി. അപ്പോൾ ഇത്രയും പറഞ്ഞു നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കണം. സുജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. സഭ്യമായ ഭാഷയിൽ മാത്രം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാണ്. ബൈ.